കോഴിക്കോട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. കോഴിക്കോട് സ്വദേശി അമീർ സുഹൈലിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇയാളുടെ നഗ്ന ഫോട്ടോ അമ്മയ്ക്ക് അയച്ചു നൽകി 8 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായി പരാതിയിൽ പറയുന്നു. 2 ആഴ്ചയോളം യുവാവിനെ ബന്ദിയാക്കി. ഇന്നലെയാണ് ഇയാൾ സംഘത്തിന്റെ വലയിൽ നിന്നും രക്ഷപ്പെട്ടത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, 2 ആഴ്ച ഈ സുഹൈലിനെ തട്ടിക്കൊണ്ടുപോയ സംഘം തടവിൽ പാർപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ ഇയാൾ പുറത്തിറങ്ങിയ ശേഷമാണ് വിവരം പുറത്തു വന്നത്. സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? എന്തുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇതാരാണ് ഇതിന് പിന്നിൽ? പരാതിയിൽ എന്താണ് പറയുന്നത്? ടോം, എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും കൈവന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അടിമുടി ദുരൂഹതയുള്ള ഒരു കേസാണ് നമുക്ക് പറയാനും കഴിയും. കാരണം കോഴിക്കോട് സ്വദേശി സിവിൽ സ്റ്റേഷൻ എടുത്ത് താമസിക്കുന്ന ആളാണ് ഈ പരാതിക്കാരനായ, അല്ലെങ്കിൽ ഈ തട്ടിക്കൊണ്ട് പോകപ്പെട്ട ആൾ 21 വയസ്സുള്ള ആളാണ്. അയാൾ ബംഗളൂരുവിലുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുന്നു. സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. അവിടെ വെച്ചാണ് മറ്റൊരു വനിതാ സുഹൃത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു 6 അംഗ സംഘം എത്തി ഇയാളെ കൂട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്നത്. ഇതിനുശേഷം പിന്നീട് തടവിലിട്ടപ്പോൾ, അല്ലെങ്കിൽ ഈ ബന്ദിയാക്കി നിർത്തിയപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ, അതായത് ഈ 21 വയസ്സുകാരനായ യുവാവിൻ്റെ ഫോണിൽ നിന്ന് തന്നെ ആ യുവാവിൻ്റെ അമ്മയ്ക്ക് ചില ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയായിരുന്നു. അതായത് ഈ ചില നഗ്ന ദൃശ്യങ്ങളാണ്, യുവാവിൻ്റെ തന്നെ ചില നഗ്ന ദൃശ്യങ്ങളാണ് അയച്ചു കൊടുത്തത്. ഈ ദൃശ്യങ്ങൾ പുറത്ത് കാണിക്കും, അല്ലെങ്കിൽ 8 ലക്ഷം രൂപ മോചനദ്രവ്യമായി തരണം എന്നാണ് ഈ സംഘം ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു പരാതികളും പിന്നീട് ഉയർന്നു വന്നില്ല. ഇതിനുശേഷം ഇന്നലെ കോഴിക്കോട് തന്നെയുള്ള ചേവാറിനടുത്തുള്ളൊരു സ്ഥലത്ത് ഒരു അജ്ഞാത കേന്ദ്രത്തിലാണ് ഇയാളെ പാർപ്പിച്ചതെന്ന് പറയുന്നത്. അതിനുശേഷം ഇന്നലെ ഈ ക്രിമിനൽ സംഘത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീടാണ് ഇന്നലെ ചേവായൂർ പോലീസിലെത്തി പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ യുവാവിൻ്റെ അമ്മയെ ആണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുത്ത് ഈ പ്രതികൾ ഇയാളുടെ ഫോണിൽ നിന്ന് തന്നെ ബന്ധപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടത്തി വരികയാണ്. ഈ യുവാവിൻ്റെ തന്നെ പരിചയക്കാരായ ആളുകളാണ് ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികൾ എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒരു വനിതയടക്കമുള്ളവരുടെ പേരുവിവരങ്ങൾ പട്ടികയിലുണ്ട്. അമൃത എന്ന പേരാണ് ആ യുവതിക്കുള്ളത്. ഒപ്പം മിഥുൻ പിക്കു, മിഥുൻ കണ്ണൻ എന്നിങ്ങനെ 2 പേരുകൾ കൂടിയുണ്ട്. 4ാമത്തെ ആളെ കണ്ടാൽ തിരിച്ചറിയുന്ന ആളാണ്. മറ്റ് 2 പേർ കൂടി തിരിച്ചറിയാൻ കഴിയാത്ത 2 പേർ കൂടി ഈ സംഘത്തിലുണ്ട് എന്ന് യുവാവ് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. 4000 രൂപ ഇയാളുടെ പക്കൽ നിന്നും ഈ സംഘം അപഹരിച്ചുവെന്ന് പറയുന്നു. 3 മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ ബംഗളൂരുവിലുണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ നടന്നത്, അതിനുശേഷം ഈ പ്രതികളെന്ന് പറയപ്പെടുന്നവരുടെ ഇയാളും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ, അവരുടെ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാട്സാപ്പ് ചാറ്റിൻ്റെ വിശദാംശങ്ങൾ എന്നിവയൊക്കെ ശേഖരിക്കുന്നുണ്ട്. ഒപ്പം ഈ തട്ടിക്കൊണ്ട് പോയെന്ന് പറയപ്പെടുന്ന സമയത്ത് ഈ ഇരയായ ആളും ഈ പ്രതികളും ഒരേ ടവറിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ് മറ്റ് ഈ സംഘത്തിലുണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ വളരെ വിശദമായ പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. എന്തായാലും ചില വ്യക്തതകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് അനിവാര്യമാണ് എന്ന് പോലീസ് തന്നെ പറയുകയും ചെയ്യുന്നു. ഒന്ന്, ഈ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ വെച്ചാണ് ഇയാളെ തട്ടിക്കൊണ്ട് പോയതെന്നാണ് പറയുന്നത്. സുഹൃത്തായ ഒരു എന്തുകൊണ്ടാണ് ഈ 2 ആഴ്ചയായി ഇവർ പരാതി നൽകാതിരുന്നത്? പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഈ രീതിയിലുള്ള ഫോട്ടോ, നഗ്ന ഫോട്ടോ വരെ സ്വന്തം അമ്മയ്ക്ക് ഈ സംഘം അയച്ചു കൊടുക്കുന്നു. പിന്നീട് ഈ കുടുംബം പരാതി നൽകിയിരുന്നില്ലേ? മറ്റേതെങ്കിലും രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നോ? യഥാർത്ഥത്തിൽ പോകാനുള്ള കാരണം അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വന്നിട്ടുണ്ടോ? ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ? തട്ടിക്കൊണ്ടുപോയ കാരണവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഇപ്പോഴും കൈവന്നിട്ടില്ല. വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ സംഭവങ്ങൾ ബംഗളൂരുവിൽ വെച്ചാണ് നടക്കുന്നത്. അവിടെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. മറ്റൊരു സുഹൃത്തിൻ്റെ പേര് പറഞ്ഞാണ് ഈ 6 അംഗ സംഘം എത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ന്യായമായ ചോദ്യം, ഇയാൾ ബംഗളൂരുവിൽ ഉള്ളത് ഈ തട്ടിക്കൊണ്ടുപോകാൻ വന്ന സംഘം എങ്ങനെ അറിഞ്ഞു? അല്ലെങ്കിൽ ഇയാൾക്ക് മറ്റൊരു സുഹൃത്തായ യുവതിയുടെ പേര് പറഞ്ഞ് എങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ വന്നു? ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ പരിചിതരായ
ആളുകൾ തന്നെയാണ് ഉള്ളത് താനും. അതുകൊണ്ട് ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടോ എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. മറ്റൊന്ന് ഈ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട സാധ്യതകളാണ് നമുക്ക് തള്ളിക്കളയാൻ കഴിയാതിരിക്കുന്നത്. കാരണം ഇയാളുടെ നഗ്ന ചിത്രങ്ങളൊക്കെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും ഈ പണം ചോദിക്കുകയും ചെയ്യുന്നു. ഈ കൃത്യം ഈ പണം നൽകിയില്ലെങ്കിൽ, തരപ്പെടുത്തി നൽകിയില്ലെങ്കിൽ ഈ ചിത്രം ഇന്റർനെറ്റിലൂടെ ലോകം മുഴുവൻ എത്തുമെന്നൊക്കെ അമ്മയോട് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇത്രയും ദിവസം ഈ യുവാവിനെ കാണാതായിട്ടും അല്ലെങ്കിൽ ഈ ബന്ദിയാക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴും ഈ മെസ്സേജ് വാട്സാപ്പിലേക്ക് വന്ന ശേഷവും എന്തുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിലോ മറ്റ് ഇത്തരം ഏജൻസികളുടെ പക്കലേക്കോ ഈ വിവരങ്ങൾ കൈമാറിയില്ല എന്ന ചോദ്യമാണ്. അതിന് ഭയം നിമിത്തമാണ്, അല്ലെങ്കിൽ മകനെന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന ഭയം നിമിത്തമാണ് പരാതി നൽകാൻ വൈകിയത് എന്നൊക്കെ പറയുമ്പോഴും എന്താണ് അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണമെന്നും എങ്ങനെയാണ് ഈ പരിചിതരായ ആളുകൾ ഇയാളെ തട്ടിക്കൊണ്ടുപോയതെന്നും ബംഗളൂരുവിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ കോഴിക്കോട് തന്നെ എത്തിച്ചതും ആ പോക്കുവരവ് കാര്യങ്ങൾ എങ്ങനെയാണ് ഇയാളെ അവിടെ നിന്നും കൊണ്ടുവന്നത്, ഈ കൊണ്ടുവരുന്ന വഴിയിലൊന്നും ഇയാൾക്ക് രക്ഷപ്പെടാൻ സാഹചര്യമുണ്ടായില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഉറക്കെയോ ഉച്ചത്തിലൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റാളുകൾക്ക് ഇടപെട്ട് രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം. ഇങ്ങനെ പലവിധ സാധ്യതകൾ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ 2 ആഴ്ചയോളം താൻ ബന്ദിയാക്കപ്പെട്ടിരുന്നുവെന്ന് യുവാവ് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇത് ഒരു പണത്തിന് വേണ്ടിയുള്ള മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തട്ടിക്കൊണ്ടുപോക്കാണോ, അതോ ഒരു ഹണി ട്രാപ്പ് സ്വഭാവമുള്ള ഒരു കേസാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക തർക്കങ്ങളോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഈ പ്രതികളും ഇയാളും തമ്മിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ഇതിലേറ്റവും പ്രകടമായി നമുക്ക് പറയാൻ കഴിയുന്നത് അമൃത എന്ന ഒരു യുവതി അടക്കം ഈ കേസിൽ പ്രതിയാണുള്ളത്. അതുകൊണ്ട് ഈ തട്ടിക്കൊണ്ടുപോകലിൽ എന്താണ് യുവതിയുടെ പങ്ക്, ഒരു ഹണി ട്രാപ്പിനുള്ള ഇരയാക്കി ഇയാളെ മാറ്റുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 3 പ്രതികളെയാണ് ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കേട്ടോ, യെസ്, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല ദുരൂഹതകളുമുണ്ട്, പല വ്യക്തത കുറവുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.